ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ബജ്ജി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്യാരറ്റ് കുക്കുംബർ ബജ്ജി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബാറ്റർ റെഡിയാക്കി തുടങ്ങാം. ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്റർ റെഡിയാക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം. 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 2 വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അടുത്തത് കുക്കുംബർ, കക്കിരിയും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ് കുക്കുംബർ. അതുകൊണ്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ബാറ്റർ റെഡിയാക്കിയാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി തുടങ്ങണം. ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിന് കാരണം നമ്മുടെ കുക്കുംബർ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കോളൂ. തയ്യാറാക്കുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരു ബാച്ചിൽ തന്നെ കുറേ ബജ്ജി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കൂടുതൽ ഒരുമിച്ചിട്ടുകൊണ്ട് തയ്യാറാക്കിയെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ബാക്കി വരുന്ന ബാറ്ററൊക്കെ പെട്ടെന്ന് വെള്ളമായി പോവും. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഞാനിവിടെ 4 5 എണ്ണമൊക്കെയാണ് ഒരുമിച്ചിട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ കുക്കുംബറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നാലോ കുക്കുംബറാണെന്ന് മനസ്സിലാവുകയുമില്ല. അങ്ങനെ ഒരു ബജ്ജിയാണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ക്യാരറ്റും കുക്കുംബറും ചേർത്തിട്ടുള്ള ഈ ഒരു ബജ്ജി ഒന്ന് തയ്യാറാക്കി നോക്കണം. ക്യാരറ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയൊന്നുമില്ല ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്ന്. ഒരു സ്പെഷ്യൽ ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്